ദിവ്യ ദിവ്യ നല്ല ആളാ, സംസാരിച്ചിരുന്ന് ഉറങ്ങിപ്പോയില്ലേ? സോറി, ക്ഷീണം കൊണ്ടാ. നമ്മൾ എത്താറായോ? ഇല്ല, അത് എറണാകുളം ജില്ല ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഏറി വന്ന ഒരു 30-35 കിലോമീറ്റർ വീട്ടിലെത്താം. അപ്പൊ ബെന്നി ഡോക്ടറെ വീട്ടിൽ കയറണ്ടേ? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. പോവാതിരിക്കാൻ പറ്റില്ല, നമുക്കൊരുപാട് സഹായങ്ങൾ ചെയ്ത വ്യക്തിയല്ലേ. മാത്രമല്ല, രാവിലെ വിളിച്ചപ്പോ ചെല്ലാന്നും വാക്ക് കൊടുത്തിരുന്നു. അടുത്ത ജംഗ്ഷനിന്നേ ലെഫ്റ്റ് സൈഡിലേക്ക് പോയ ഒരു ഉൾസൈഡ് വഴിയുണ്ട്, നമുക്ക് അതുവഴി പോകാം. എന്തായാലും പോയി കളയാം. എന്തായാലും പോവാം. ഈ ജംഗ്ഷനിൽ നിന്നാ നമുക്ക് തിരിയണ്ടേ. ഓ, ഞാൻ മുമ്പൊരു തവണ ഇതുവഴി വന്നിട്ടുണ്ട് ബെന്നി സാറിന്റെ വീട്ടിലേക്ക്. അവിടേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴിയാണിത്. അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. എന്താ? ഫ്യൂവൽ അടിക്കാൻ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിരുന്നില്ലേ? ഓ, എറണാകുളത്ത് നിന്ന് മടങ്ങും വഴി ഞാനത് പറയാൻ മറന്നുപോയി. ഇനി എന്ത് ചെയ്യും? ഇല്ല, കുഴപ്പമില്ല, അത്യാവശ്യം പെട്രോൾ ഉണ്ട്. ഇനി നമുക്ക് ഹൈവേയിൽ കയറി കഴിഞ്ഞാല് ഏതെങ്കിലും പെട്രോൾ പമ്പിൽ കയറി അടിക്കാം. ഈ തിരിവ് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള വഴി. അയ്യോ, ആകെ പണിയായല്ലോ, റോഡാകെ ബ്ലോക്ക് ആയല്ലോ. നമ്മൾ ഇനി എന്ത് ചെയ്യും? താൻ നമ്മളെ ഫോണിൽ നിന്ന് ബെന്നി സാറിനൊന്ന് വിളിച്ചേ. അയ്യോ, അവിടെ ഒട്ടും റേഞ്ച് ഇല്ലല്ലോ ഹരി. ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. താനിവിടെ ഇരിക്കേ, ഞാൻ പുറത്തിറങ്ങി ഒന്ന് നോക്കിട്ട് വരാം. കുറച്ച് പുറകിലായി കുറച്ച് ചേട്ടന്മാരിപ്പുണ്ട്, ഞാൻ അവരോടൊന്ന് ചോദിച്ചിട്ട് വരാം. പോയിട്ട് വേഗം വരണേ ഹരി. ഓക്കെ, പെട്ടെന്ന് വരാം. ആശാനെ ഞാൻ തിരുമേനിയാക്കും. ചേട്ടന്മാരെ, ചേട്ടാ ശംഭോ, എന്താടാ ഇനിയാ? അല്ല ചേട്ടാ, ഞാൻ ആ കാണുന്ന കാറി വന്നതാണേ. അതിന്? അല്ല, എനിക്കൊരു വഴി ചോദിച്ചറിയാൻ വേണ്ടിട്ട്. നിനക്ക് പോകേണ്ട സ്ഥലം ഏതാണെന്ന് നീ പറയണ്ടേ? എന്നാലും എനിക്ക് വഴി പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതല്ലേട്ടാ, അത് യഥാർത്ഥത്തിൽ എനിക്ക് പോകേണ്ടത് ബീച്ച് ഹൈവേയിലേക്കാണേ. അവിടെ റോഡ് ബ്ലോക്കാണ്. അപ്പോൾ അതിലേക്കുള്ള വേറെ ഏതെങ്കിലും വഴിയൊന്നും അറിയാൻ വേണ്ടി വന്നതാണ്. നീ എന്താടാ ആളെ പൊട്ടനാക്കാൻ വന്നാണോ? നീ മൊബൈലുണ്ടാ? ഇതിന് പോലും ഇവിടെ റേഞ്ച് കിട്ടണില്ല. ഇവിടെ വന്ന് വിളിച്ചാൽ പോലും ഒരാളും വരില്ല. ഇവിടെ വന്നാണ് നിന്റെ അഭ്യാസം? ആ അതെ, സത്യം. ഒരു കോള് വരുന്നുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ വഴി പറഞ്ഞുതരാം. ആ ഹലോ, ആശാനുള്ള സാധനം തീർന്നിട്ടുണ്ടാ? അത് എത്തിക്കാനുള്ള എന്തെങ്കിലും പരിപാടി നോക്കൂ. ആശാനെ, ഞാൻ ഇപ്പൊ വരാം. ആരെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ശരി, പറയടേ. നീ ആ വിശേഷം എന്താ? അല്ല ചേട്ടാ, ബീച്ച് ഹൈവേക്കാണ് പോകേണ്ടത്. അവിടേക്കുള്ള ഏതെങ്കിലും വഴിയൊന്ന് പറഞ്ഞെന്നാ. അവിടെ ആരടാ നിന്റെ? ആശാനെ, ഇവൻ വന്ന വണ്ടിയിൽ ഒരു കിളിയിരിക്കുന്നു. ചുമ്മാ കിളിയുടെ മൈനയുടെ കാര്യം പറഞ്ഞ് കളിയുടെ മൂട് കളഞ്ഞു. നിന്റെ കാറില് കിളിയോ മൈനയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളടാ, ശരിയാണോ? സത്യം പറഞ്ഞാ നിനക്ക് ഇവിടുന്ന് പോവാ. ഏതാടാ കിളി? അല്ല ചേട്ടാ, അതെന്റെ വൈഫാണ്. അത് നീ പറയണ്ട, ഞാനത് അവളോട് ചോദിച്ചോളാം. ചേട്ടാ, വഴിയൊന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ പോയിക്കോളാം. നീ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നീ ഞങ്ങളെ തടയുന്നോ? അങ്ങനെ നീ പോണ്ടടാ. ഏയ്, നിനക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. കുറച്ചു നേരെ പോയാൽ റൈറ്റിൽ വഴി കാണും. അതുവഴി പോയാൽ ഒരു ജംഗ്ഷൻ കാണും. അവിടുന്ന് ചോദിച്ചു പോയാൽ മതി. വേഗം വിട്ടോ, ഈ സ്ഥലം അത്ര ശരിയല്ല. ഓടാ, വാ. ആശാന് കിളിയെ കിട്ടാത്ത ദേഷ്യം തീർത്തൂലേ? എന്തു പറ്റി ഹരി? ഏയ്,
അവരവിടെ മദ്യപാനം ചീട്ടുകളിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ പോയി വഴി ചോദിച്ചത് അവർക്ക് തീരെ ഇഷ്ടമായില്ല. മാത്രമല്ല സദാചാര പോലീസ് പറഞ്ഞ അവരുമായി ചെറുതായി ഒന്ന് ഉടക്കി. പക്ഷെ അവരൊരു ആശാനുണ്ട്, പുള്ളി ഒരു വഴി പറഞ്ഞു തന്നുണ്ട്. നമുക്കേതായാലും അത് വഴി ഒന്ന് പോയോക്കാം. ശരി. പുള്ളി ദേഷ്യത്തിലാ വഴി പറഞ്ഞെന്ന്. ഇതുവഴി പോയ ഒരു ജംഗ്ഷൻ കിട്ടുന്നാ പറഞ്ഞ. പക്ഷെ ഇവിടെ അതിനുള്ളൊരു സാധ്യത കാണുന്നില്ലല്ലോ. എന്തോ പറ്റി ഹരി? ഇതാ കണ്ടോ, അവര് നമ്മളെ ചതിച്ചതാ. ഇത് പുഴയിലേക്ക് അവസാനിക്കുന്ന റോഡായിരുന്നു. എനിക്കാണെങ്കിൽ കയ്യും കാലും തളർന്നു ഹരി. വണ്ടിയിലാണെങ്കിൽ പെട്രോളും തീർന്നു തുടങ്ങി. നമ്മളിനി എന്ത് ചെയ്യും? ഇവിടെ ആണെങ്കിൽ ആരെയും കാണുന്നുമില്ല. ഞാനൊന്ന് ടെൻഷൻ ആവാതിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും വന്ന വഴിക്ക് തിരിക്കാം. എന്നിട്ട് ആദ്യം കാണുന്ന പോക്കറ്റ് റോഡിലോട്ട് കയറാം. അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. ഇതുവഴി ഒന്ന് പോയി നോക്കാം. ഹരി, അകലെന്ന് കുറച്ച് കുട്ടികൾ വരുന്നുണ്ടല്ലോ. ശരിയാ, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മക്കളെ ഒന്ന് നിക്കണേ, നിങ്ങൾ ഈ പരിസരത്തുള്ളവർ തന്നെയാണോ? അതെ ചേട്ടാ, ഞങ്ങൾ ഇവിടെയുള്ളവർ തന്നെ. ക്ലബിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്താ ചേട്ടാ കാര്യം? എനിക്കൊരു വഴി ചോദിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പോകേണ്ട വഴി അവിടെ ബ്ലോക്കാണ്. ചേട്ടൻ പേടിക്കണ്ട, ഞങ്ങളെല്ലാരും ചങ്ക പിള്ളേരാ. ചേട്ടൻ എവിടേക്കാ പോണ്ടേ? ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബീച്ച് ഹൈവേയിലേക്കാ പോണ്ടേ. അവിടെ ഒരു ബെന്നി ഡോക്ടർ ഉണ്ട്, പുള്ളിയുടെ വീട്ടിലേക്കാ പോണ്ടേ. ഏതാ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യണ മറ്റേ ബെന്നി ഡോക്ടർ ആണോ? അതന്നെ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബെന്നി തോമസ്. യെസ്. എടാ നിനക്ക് മനസ്സിലായോ? ആ, നമ്മുടെ ക്ലബിന്റെ പരിപാടിക്ക് തന്നെ ബെന്നി സാറല്ലേ? ആ അതന്നെ. നീ ആ ചേട്ടന് വഴി പറഞ്ഞു കൊടുത്ത്. കൂട്ടത്തിൽ മുതിർന്നത് താങ്കളല്ലേ, അപ്പൊ താങ്കള് വഴി പറഞ്ഞെന്നാ വളരെ ഉപകാരമായിരിക്കും. ചേട്ടനവൻ അറിയാത്തോണ്ടാ. ഇവൻ വെറും ചങ്കല്ല, ഡബിൾ ചങ്ക. വളർന്നു വരുന്ന തലമുറയ്ക്ക് കൂടി അവസരം കൊടുക്കണ്ട കേട്ടോ. അല്ല പിന്നെ ചേട്ടൻ ടെൻഷൻ ആകാതിരിക്കേ. ചേട്ടൻ പോവാനിരുന്ന വഴിയേക്കാൾ 3 കിലോമീറ്റർ കുറവാണ് ഈ വഴി. കുറച്ച് ഇടുങ്ങിയതെന്ന് മാത്രം. ആണല്ലേ? ആ ചേട്ടോ, ഈ വഴി നേരെ പോയ 4 കൂടി ഒരു സെന്റർ ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ ഏകദേശം 3ാമത്തെ വീടാണ് ബെന്നി സാറിന്റെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാ ചങ്കകൾക്കും വലിയ നന്ദി. വെൽക്കം ചേട്ടാ. പോവാം. ഇപ്പൊ തന്നെ ടെൻഷൻ മാറിയോ? അതല്ല ഹരി, എനിക്കൊരു പേടി വന്നു. ഈ വഴി ശരിയാവോ? എന്താ സംശയം? 100% ശരിയായി വഴി. അതെന്താ ഹരിക്ക് ഇത്ര ഉറപ്പ്? കാണണോ? ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിട്ട് കാണിച്ചുതരാം. താൻ ആ മിററൊന്നും താഴ്ത്തി ആ നമ്മളെ ചങ്ക് പൈമാരെ പുറകുവശം ഒന്ന് നോക്കിയേ. ഇപ്പൊ തനക്ക് വിശ്വാസമായി? വെറുതെ അല്ല, ചിലരൊക്കെ വന്നാൽ ചിലരൊക്കെ ശരിയാവെന്ന് പറയണം. പിന്നെ ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് കരുതി.